ഓം ശ്രീ സായിറാം. ഇന്നത്തെ ദ സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു സായാഹ്നത്തിൽ ഭഗവാന്റെ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭഗവാന്റെ ദർശനത്തിനെത്തി. അന്നത്തെ പ്രഭാഷണത്തിൽ സാധനയെക്കുറിച്ച് ഭഗവാൻ വിശദമായി സംസാരിച്ചു. നിരന്തരമായ സാധനയിൽ മുഴുകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഭഗവാൻ വിവരിച്ചു. ഇത് കേട്ട് ഇതിൽ ആവേശം പൂണ്ട ഭഗവാന്റെ അധ്യാപകരിൽ ഒരാൾ അവധിയിൽ പ്രവേശിച്ചു. ദിവസം മുഴുവൻ സാധനയിൽ നിരാതനാകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഭഗവാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഭഗവാൻ അധ്യാപകരോട് അരുളി, ഇങ്ങനെയാണ് നീ സാധന ചെയ്യുന്നതെങ്കിൽ അടുത്ത 70 ജന്മത്തോളം നിനക്ക് മോക്ഷം ലഭിക്കില്ലെന്ന് ഞാൻ ഉറപ്പാക്കും. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഭഗവാൻ തുടർന്നു. ഒരു ചാക്കിലെ അരിയിൽ ഉമി പോവാത്ത അരികളുണ്ടാവും, തവിട് പോവാത്ത അരികളുണ്ടാവും, പൊടി പിടിച്ച അരിയും ഉണ്ടാവും. അതെല്ലാം വൃത്തിയാക്കുക. അതായത് എൻ്റെ വിദ്യാർത്ഥികളിൽ നാനാവിധ സംസ്കാരങ്ങളിൽ വരുന്നവരുണ്ട്. അവരെയെല്ലാം ചെത്തിമിനുക്കി മനുഷ്യരാക്കുക. അതുതന്നെയാണ് നീ ചെയ്യേണ്ട സാധന. മറ്റൊരു സാധനയും നീ ചെയ്യേണ്ടതില്ല. ദസ് സ്പേക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. കഴിയുമ്പോഴൊക്കെ ഈശ്വര സ്മരണ പുലർത്തുക. അത് തന്നെയാണ് സാധന. പ്രാരബ്ധവശാൽ നാം ഏത് സ്ഥാനത്ത് ഇരിക്കുന്നുവോ ആ സ്ഥാനത്തിരുന്ന് ഭഗവത് സ്മരണയോടെ സ്വധർമ്മം നിറവേറ്റുക. സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്നത് അപകടകരമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും ഉപദേശിച്ചിരുന്നു. ഭഗവാൻ നമ്മളെ എവിടെ എന്തിനു നിയോഗിച്ചുവോ അത് ആത്മാർത്ഥതയോടെ ചെയ്യുക. ജയ് സായിറാം.